ഇറ്റ്സ് മീ കുഞ്ഞൻ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ട് പോകുന്ന ഹ്യൂമൻ ഫോൾ ഫ്ലാറ്റ് ആയിട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ പി സിയിലൊക്കെ കളിക്കുന്ന കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഫോണിലൊക്കെ എത്തി അതുപോലെയൊക്കെ ആണെങ്കിൽ ക്യാരക്ടർ നിങ്ങൾ എന്താണ് ഞാൻ പുതിയ പുതിയ ഗെയിംസ് ഒക്കെ ഇങ്ങനെ കൊണ്ടുപോയി വെറുതെ അത് കണ്ടിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്താൽ മതി. ലൈക്ക് ചെയ്ത് എന്താണ് ഇങ്ങനെ നിങ്ങൾ ലൈക്ക് ചെയ്യ് സബ് ചെയ്യും. എൻ്റെ കോസ്റ്റ്യൂം എങ്ങനെ ബോധം കിട്ടവിടെ വീണ് ശരാ. അയ്യോ നമുക്കും കാട്ടാൻ പറ്റില്ല. സോറി, വെള്ളയാണ് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഈ ഗെയിം ഇങ്ങനെയാണ്, ഈ ബോധം കേട്ട പോലെ കിരിഞ്ഞടിച്ച പോലെ ഇങ്ങനെ വീഴും കിടന്നു. അപ്പോൾ ഇത് ഫസ്റ്റ് ലെവലാണ്. Humans, they will run into every door they encounter. അടുത്ത ലെവല് ആ ഡോർ തുറന്നിട്ട് വരും. എൻ്റെ സൗണ്ട് കേൾക്കില്ല. നമ്മുടെ ആദ്യത്തെ വീഡിയോ അല്ലേ അതേപോലെ ഇത് ഇനി ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മൾ ഈ ജോയ്സ്റ്റിക്ക് പോയിട്ട് നോക്കുക, അപ്പോൾ തുറക്കും എന്നിട്ട് വിടുക. ഇങ്ങനെ പോയിട്ട് കയറി വന്ന് ഇങ്ങനെയാവും. അവിടെ 2 ബട്ടണൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ആ 2 ഞെക്കണമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നോക്കി നോക്കാം, 2 ബട്ടൺ ഞെക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഞെക്കിയാൽ മതി. ആദ്യം അടിയിലേക്ക് അങ്ങനെ എടുത്ത് ഒരെണ്ണം ഞെക്കുക, പിന്നെ അടുത്ത് ഞെക്കുക. അങ്ങനെ ചെയ്താൽ മതി. തുറക്കും. ഇവിടെ ഒരു സ്റ്റാച്ചു കാണാൻ പറ്റും ഗൈസ്. ഹ്യൂമൻ ഫോൾ ഫ്ലാറ്റിൻ്റെ വലിയൊരു ആളെന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ നിൽക്കണത്. കണ്ടില്ലേ? അതന്നെ. അയ്യോ, ഇവിടെ ഇങ്ങനെ തുറന്നില്ല. ഈ ലെവൽ ചെറിയ ലെവലാണ് കേട്ടോ. അതെ, ഇത് തന്നെ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കാൻ മതി. ഞാൻ എങ്ങനെയെങ്കിലും 2 കൈ കൊണ്ട് കണ്ടത് ജിമ്മാണ് ഞാൻ. കൈയൊക്കെ നോക്കി നിങ്ങൾ തടിച്ചിട്ട്. അയ്യോ, അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലെവൽ കഴിഞ്ഞു. നെക്സ്റ്റ് കണ്ടാൽ നെക്സ്റ്റ് ചാടാൻ കഴിച്ചു. അതായത് മാപ്പിൻ്റെ അപ്പുറത്ത് പോയി ചാടാനല്ല കേട്ടോ ഉദ്ദേശിച്ചത്. അത് തുറന്നിട്ട് പോയി ചാടാം. കണ്ട മുഖം കണ്ടില്ലേ ഗൈസ്? അത്രേ ഉള്ളൂ, മുഖം അത്രേ ഉള്ളൂ. അടിപൊളി കോസ്റ്റ്യൂമാണെന്ന് പറയാ. നമ്മൾ നെക്സ്റ്റ് ലെവലിലോട്ട് കിടക്കും. അപ്പോൾ തലടിച്ച് വീണിട്ട് ഈ ലെവലിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇപ്പോൾ പോയേനെ. ഈ ലെവലിൽ ചെയ്യേണ്ട കുറേ സംഭവമൊക്കെ ഇവിടെ കാണും. നിങ്ങൾ ആദ്യം പോണ ഈ ട്രെയിൻ വലിഞ്ഞ് കയറാനാവും. പക്ഷെ അതല്ല കൈസ് ചെയ്യേണ്ടത്. നമ്മളിവിടെ പോവുക. ഈ വേസ്റ്റിൻ്റെ ഇത് കണ്ട അത് ഇങ്ങനെ കൈ വയ്ക്കുക, ഇങ്ങനെ അങ്ങോട്ട് വലിച്ച് കളയുക. ഇതിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു രസത്തിന് അങ്ങനെ അങ്ങോട്ട് നിലത്തിട്ടു എന്ന് വിചാരിക്കും. നിലത്തിട്ട് അത് പോയിന്ന് വിചാരിക്കും. പക്ഷെ അവിടെ അത് റീസ്പോൺ ആവും. അതാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് നീക്കിയിടുക, ഇങ്ങനെ നീക്കിയിടുക. കിട്ടും. എന്നിട്ട് ഈ ഡോറ് നമ്മളിങ്ങനെ തുറക്കുക. ഇവിടെ നിന്ന് ചെറിയ ചെറിയ ഹാർഡ് ലെവലായിട്ട് വരും. അത് നോക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേളിൽ നിന്ന് അപ്പുറത്തേക്ക് ചാടാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളിങ്ങനെ ചെയ്താൽ മതി ഗൈസ്. ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റ് ഇതങ്ങോട്ട് വലിച്ചങ്ങോട്ട് കളയുക. പിന്നെ ഇത് പിടിക്കുക, ഇതങ്ങോട്ട് വലിച്ചിടുക അങ്ങോട്ട്. ഇത്ര ഉള്ളു ഗൈസ്. അപ്പോൾ ഈ ഡോറ് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ അങ്ങോട്ട് പോവുക. ഇനിയും നമ്മുടെ ഹ്യൂമൻ ഫോൾ ഫ്ലാറ്റിൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാൻ അപ്പോൾ വീഡിയോ ഇടാം. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, വലിച്ചങ്ങോട്ട് കാട്ടിയ കളയാം. അപ്പം ഈ ഡോറും തുറക്കും.
കിറിങ്ങിടിച്ച പോലെ ഉണ്ട്. ഇത് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാട്ടാ, ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ. കണ്ടില്ലേ ഡിസ്കോ കാണിച്ചു. സൂപ്പർമാനെ അതാ പറക്കണേ. നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താ, ഇവിടെ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. മനസ്സിലായി. ഇത് കുറച്ചിങ്ങോട്ട് കുറച്ചധികം ഇവിടെ നിൽക്കിടുന്നു. ഈ കാലടിയിലും കിട്ടുന്നില്ല. അയ്യോ ഇട്ട് വലിച്ചിട്ട വലിയണില്ലല്ലോ. ഇത്ര മതിയാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ എങ്ങോട്ട് പോകണം? കൈയൊക്കെ അവിടെ ഇടുന്നീ. അയ്യോ അയ്യോ അയ്യോ. പിന്നെ മൾട്ടിപ്ലെയർ സീരീസ് വേണമെങ്കിൽ നിങ്ങൾ പറയൂ. ഇവിടെ എന്താ, ഇവിടെയാണ് നമ്മുടെ കയ്യിൻ്റെ ഒക്കെ ഉപകാരം വരുന്നത്. ഈ കൈ ഇങ്ങനെ ഈ സെൻറ്റർ ഒരു വരയുണ്ട് ഗൈസ്, ബോർഡർ. ആ ഇതുമേ ഞാൻ വെച്ചിട്ട് ഈ ബട്ടൺ അങ്ങോട്ട് ഉയർത്താം. കളിക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയണേ. ഇട്ട് ഓടിപ്പോയി ചാടാ, ഇത് അടിയിലോട്ടാക്കാം. അയ്യോ ഇപ്പം എന്താ ഉണ്ടായതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കൈ ഞാൻ അടിയിലോട്ടാക്കി. അതാണ് ഇപ്പം ഉണ്ടായത്. ആ മതി. ഇങ്ങനെ ബാക്കിലോട്ട് നടക്കാൻ പറ്റുമോ ഗൈസ് നിങ്ങൾക്ക്? അയ്യോ ഇങ്ങനെ ഓടി വരിക, ഇവിടെ നിൽക്കുക. ഇങ്ങനെ ഇത്ര ഉള്ളൂ. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ കൈ ഇങ്ങനെ ആക്കണം. അപ്പോൾ നമ്മൾ പൊന്തു. അടുത്ത ഇതിൽ കാണിച്ചു തന്നെ. ഇവിടെ അത്ര ഉള്ളൂ. എന്നിട്ട് നമ്മൾ അടുത്ത ലെവലിലോട്ടല്ല കേട്ടോ. ഇതിലെന്നുള്ള പസിലാണ്. പസിൽ സോൾവിങ് ഗെയിമാണ് ഗൈസ്. മൾട്ടിപ്ലെയർ സീരീസ് വേണമെങ്കിൽ പറയാം. ഭയങ്കര കോമഡിയാവും. അയ്യോ കയറി. ഇവനെ കൈ ഉയർത്തണേന്നു ഇങ്ങനെ കയറാ. ഇനി എന്താ ചെയ്യണ്ടേ? ഞാൻ കുറേ നാളെ ഇതൊക്കെ കളിച്ചിട്ട് സേവിങ്. ഇപ്പം നിങ്ങൾ മൾട്ടിപ്ലെയർ ആണ് കളിക്കണേന്ന് വിചാരിക്കും. ഇവിടെ മേളിൽ സേവിങ് എന്ന് പറഞ്ഞ ലോഡിങ് വന്നില്ലേ? അത് വന്ന അർത്ഥം നിങ്ങളാണ് സേവിങ് ആയിട്ടുള്ള സ്ഥലത്ത് എത്തിയെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ നിലത്ത് ചാടിയാൽ അവർ ഇവിടെ വന്ന് റീസ്പോൺ ആവും. അതാണ് സംഭവം. ഇതിപ്പോൾ എന്താ ചെയ്യണ്ടേ? അങ്ങോട്ടാ പോകണ്ട? അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിങ്ങോട്ട് വലിച്ചു കൊണ്ടിടണം. അത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്. നിങ്ങൾക്കൊന്ന് തലയിൽ ബുദ്ധിയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കളിയാണ്. അങ്ങനെയല്ലോട്ടോ ഞാൻ പറഞ്ഞു. അയ്യോ സോറി ഗൈസ്. ഇത് വലിച്ചെടുക്കാൻ പറ്റുന്നില്ലടേ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല. ഫ്രണ്ടിൽ കണ്ട ആ ട്രെയിൻ ഏതാണ്? ഇത് ഇടിഞ്ഞു വീണേക്കണതാണ്. അപ്പം നിങ്ങൾ ആലോചിക്കും ഈ ട്രെയിൻ എങ്ങനെ ഈ ബിൽഡിങ്ങിൻ്റെ അവിടെ വന്നേന്, ബിൽഡിങ്ങിൽ വന്നത്. ഇതൊക്കെ ഒരു ഗെയിമല്ലേ ഗൈസ്? അതിൻ്റെ ഉത്തരം എനിക്കറിയില്ല. എന്ത് ചെയ്യാനാണല്ലേ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞതിൽ ഈ ട്രെയിന് വലിക്കുക. അയ്യോ വാ അങ്ങോട്ട്. ഇത് കയ്യെന്നട പിടിക്കാത്തത്. വാ അങ്ങോട്ട്. ഇത് നീങ്ങില്ലേ? ഇത് നീങ്ങൂലോ. ഇത് കൈ മര്യാദയ്ക്ക് പിടിക്കണില്ല. ആ പറഞ്ഞില്ലേ ഇത് നീങ്ങും. അപ്പോൾ ഇത് അത്യാവശ്യം ഇത്ര മതി. ഇത്ര ആക്കി ഇടുക. നമ്മൾ ഇതിൻ്റെ മേളിൽ കയറുക. അയ്യോ ഭ്രാന്ത് പിടിക്കും കേസ്. ഇത് കളിച്ച് കഴിഞ്ഞിങ്ങനെ ഇതവിടെ പോയി ഇടിച്ച് ഇവിടെ പോയി ഇടിച്ച് ഭയങ്കര സീനാണ്. ഒറ്റ ചാട്ടം അങ്ങോട്ട്. സൂപ്പർമാനെ ആയതുകൊണ്ട് പറക്കുകയും ചെയ്യാം നമുക്ക്. അയ്യോ എന്നിട്ട് കൈ ഇങ്ങനെ ഉയർത്താ, ഓടിപ്പൂവാ, ചാടാ. ഇപ്പം പെട്ടു ഗൈസ്. അതാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവനെന്താ കൈ ഉയർന്നത്? എനിക്ക് ദേഷ്യം വരുന്നത് ഗൈസ്. എന്താണിത്? അയ്യോ തിരി. അയ്യോ ഇത് കുറച്ചും കൂടി ഇങ്ങോട്ട് നീക്കിയിടാം ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങോട്ട് എങ്ങനെ കയറുന്നു. അത് ഇങ്ങനെ ഇവിടെ നിന്ന് ഒരു ചാട്ടം ചാടിയാൽ മതി. ആവും ചാട്ടം മതിയാവും. അങ്ങനത്തെ രീതിയിൽ വേണം നിങ്ങൾ ഇടാൻ.
ഇതിട്ടത് ശരിയാണ്, ഞാൻ ചാടിയത് ശരിയല്ല എന്നുള്ളൂ, അത്രയാണ് ഉണ്ടായത് ഗൈസ്. അയ്യോ എന്താണിത്, ഭയങ്കര ലാഗാണ് ഗൈസ് ഈ ഗെയിം. ഈ ലെവലിലൊക്കെ ഭയങ്കര ലാഗാണ്. അല്ലാതെ ഈ ഗെയിം എൻ്റെ ഫോണിലും ലാഗാണ്, അത് വേറെ കാര്യം. നമുക്ക് കാര്യം ചെയ്യാം, ഇങ്ങോട്ട് ഇറങ്ങും, ഇങ്ങോട്ട് അപ്പം മുഴുവനായിട്ട് ഇറങ്ങും. ശരാ ഇങ്ങനെ പിടിക്കുക, കയറാൻ പറ്റിയില്ലെങ്കിലുള്ള കാര്യമാണ്. ഏയ് ഈശ്വരാ, കയ്യൊന്ന് പിടിക്കടേ, പൊങ്ങ്, ഇങ്ങനെ പൊങ്ങ. അപ്പം നമ്മുടെ ഈ ഇത് കണ്ടില്ലേ, അത് മേളിലോട്ടാക്കണം, അപ്പോൾ പൊങ്ങും. വിട്ട് കഴിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് ആവും, അത് കുറച്ച് സീനാണിത്. തന്നെ കിടന്ന് ചാടുക, അതാണ് ഇതിൻ്റെ കുഴപ്പം. അത് എനിക്കിഷ്ടമല്ലാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. വീണ്ടും എത്തില്ല ഗൈസ്. ഞാൻ ഈ ലെവലൊന്ന് അവിടെയെങ്കിലും വരെ എത്തിക്കട്ടെ, എന്നിട്ട് കാണാം. ആയില്ലടേ. അങ്ങനെ ഗൈസ് ഞാനിവിടെ എത്തി, കഷ്ടപ്പാടിന് ഒടുവിൽ ഞാനിവിടെ എത്തി ഗൈസ്. ഇതിങ്ങനെ പതുക്കെ നടക്കുക. ഇവിടെ നിന്ന് വീണ് കഴിഞ്ഞാൽ എനിക്ക് പ്രാന്ത് പിടിക്കും ഗൈസ്. നമ്മൾ ഈ ലെവൽ കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ നിർത്തി, എനിക്ക് പ്രാന്തായി തുടങ്ങി. കുറച്ചധികം നേരമായി. ഇവിടെ ചാടി പിടിക്കുക. ഇവിടെ ഒന്നും മര്യാദയ്ക്ക് ഇരിക്കുന്നത് ഉണ്ടോ ഒരുമാതിരി എന്താണാവോ. എന്നിട്ട് ഇങ്ങോട്ടും അങ്ങോട്ട് പോവുക. ഈ ലെവലും ഇവിടെ തീർന്നു. ഇങ്ങനെ ഈ ബട്ടൺ നിൽക്കുക, ഇതില്ലേ, അങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുക. അപ്പോൾ ചാടിക്കഴിഞ്ഞാൽ അടുത്ത ലെവൽ സ്റ്റാർട്ടാവും. അപ്പോൾ ഗൈസ് ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഗെയിം പ്ലേ. ഇതിൻ്റെ വേണമെങ്കിൽ പറയാം ഗൈസ്, അത്ര തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ.